വചനം തിരുവചനം. യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 30-31 വചനങ്ങൾ. തളർന്നവന് കർത്താവ് ബലം നൽകുന്നു, ദുർബലനെ കർത്താവ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ശക്തി പ്രാപിക്കും. അവൻ കഴുകനെ പോലെ ചിറകടിച്ചു വരും. അവൻ ഓടിയാലും തളരില്ല, അവൻ നടന്നാലും ക്ഷീണിക്കുകയില്ല. കാരുണ്യവാനായ ദൈവമേ, ഓരോ നിമിഷവും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന അവിടുത്തെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും മുമ്പിൽ ഞങ്ങൾ കൂപ്പുകരങ്ങളോടെ നിൽക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾ ക്ഷീണിതരും ശക്തിയറ്റവരുമൊക്കെയായി മാറാറുണ്ട്. ദൈവമേ, ഈ വചന ശുശ്രൂഷയിലൂടെ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും ബലപ്പെടുത്തുവാനായിട്ട് നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓടാൻ ഒത്തിരി ജീവിതം ബാക്കിയുണ്ട്. നീ അനുവദിത്തോളം കാലം ഈ ഭൂമിയിൽ ഓടേണ്ടവരാ ഞങ്ങൾ. തമ്പുരാനെ ബലവും ശക്തിയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ആവശ്യമുള്ള അഭിഷേകവും ബോധ്യവും നൽകി ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് വചനാഭിഷേകമായി ഞങ്ങൾ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ യേശുപിതാവേ, ഈ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ഈശോയിലേറെ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നമ്മളിന്ന് വചന വിചിന്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനഭാഗങ്ങളാണ്. സ്പെയിനിലെ കർഫംബോ എന്നൊരു സ്ഥലത്ത് ഒരു അത്ഭുത ക്രൂശിത രൂപമുണ്ട്. എന്താണ് ആ ക്രൂശ് രൂപത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, വലതുകരം, ഈശോയുടെ വലതുകരം കുരിശിനോട് ചേർത്ത് അരയ്ക്കപ്പെട്ടിട്ടില്ല. ഇടതുകരം മാത്രമാണ് കുരിശിനോട് ചേർത്ത് അരയ്ക്കപ്പെട്ടിരിക്കുന്നത്. വലതുകരം ഈശോയുടെ ശരീരത്തോട് ചേർന്നാണ് കിടക്കുന്നത്. ആ രൂപം അങ്ങനെയായി മാറാനായിട്ട് ഒരു കാരണമുണ്ട്. ആ ദേവാലയത്തിലൊരിക്കൽ ഒരുവൻ കുമ്പസാരിക്കാൻ വേണ്ടി വന്നു. കുറേ നാളുകൂടി അവൻ കുമ്പസാരിക്കാൻ വേണ്ടി വന്നതാണ്. വളരെ അനുതാപത്തോടും എളിമയോടും കൂടെ അവൻ പാപങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് കുമ്പസാരം നടത്തി. അവനെ കുമ്പസാരത്തിന് സഹായിച്ച ബഹുമാനപ്പെട്ട വൈദികൻ പറഞ്ഞു, മോനെ, നീ വലിയ വലിയ പാപമൊക്കെ ചെയ്തിരിക്കുന്നത് ദൈവം എല്ലാം ക്ഷമിച്ചിട്ടുണ്ട്, പക്ഷെ നീ പാപങ്ങൾ ആവർത്തിക്കരുത് കേട്ടോ. സ്നേഹത്തോടെ ഉപദേശിച്ചു വിട്ടു. 2-3 മാസം കഴിഞ്ഞ് ഇതേ ദേവാലയത്തിൽ ഇതേ വൈദികൻ്റെ അടുത്ത് ഇവൻ കുമ്പസാരിക്കാൻ വേണ്ടി വന്നു. നേരത്തെ ഏറ്റുപറഞ്ഞതിനേക്കാളും വലിയ കുറേ പാപങ്ങൾ ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അന്നും അവൻ അനുതാപത്തോടെ എളിമയോടെയൊക്കെ പാപം ഏറ്റുപറഞ്ഞു. വൈദികൻ പറഞ്ഞു, ഞാൻ നിന്നെ കുറച്ചാൾ ഉപദേശിച്ചൊക്കെ വിട്ടതല്ലേ പാപം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്, പക്ഷെ നീ അതിനേക്കാളും വലിയ പാപവും ചെയ്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയെ നീ ചോദ്യം ചെയ്യരുത് കേട്ടോ, സംശയിക്കരുത്, പാപം ചെയ്യാതെ വിശുദ്ധി ജീവിക്കണം കേട്ടോ. വീണ്ടും ഉപദേശിച്ചു വിട്ടു. വീണ്ടും ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ ഇതേ ദേവാലയത്തിൽ ഇതേ വൈദികൻ്റെ അടുത്ത് വീണ്ടും ഇവൻ കുമ്പസാരിക്കാൻ വേണ്ടി ചെന്നു. നേരത്തെ ഏറ്റുപറഞ്ഞതിനേക്കാളും വലിയ പാപങ്ങൾ ചെയ്തിട്ടാണ് അവൻ വന്നത്. വൈദികൻ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കുന്നു, നിനക്ക് പാപബോധമില്ല, നിനക്ക് യഥാർത്ഥ അനുതാപമില്ല. ഉണ്ടായിരുന്നെങ്കിൽ നീ ഈ പാപങ്ങൾ ആവർത്തിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നിനക്ക് പാപമോചന ആശീർവാദം നൽകുന്നില്ല. വൈദികൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇവൻ കുറേ സമയം ആ ദേവാലയത്തിൽ പുറകിൽ ഭിത്തിയോട് ചാരിയിരുന്നു. അതിനുശേഷം മുന്നോട്ട് വന്നിട്ട് ക്രൂശ് രൂപത്തെ നോക്കിയിട്ട് അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ, ആരും എൻ്റെ തെറ്റ് ക്ഷമിക്കുന്നില്ല, നീയെങ്കിലും എൻ്റെ തെറ്റ് ക്ഷമിക്കുമോ എന്ന്. അവനങ്ങനെ ക്രൂശിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ കാഴ്ച കാണുകയാണ്. ഈശോയുടെ വലതുകരം, കുരിശിനോട് തറയ്ക്കപ്പെട്ട വലതുകരം, അത് കുരിശിൽ നിന്നും പറിച്ചെടുത്തിട്ട് ഇവനെ ആശീർവദിച്ചു, മകനെ, ഞാൻ നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നുവെന്ന്. തുടർന്ന് ആ കരങ്ങൾ കുരിശിലേക്ക് തിരിച്ചു പോയില്ല. ആ കരങ്ങൾ ഈശോയുടെ ശരീരത്തോട് ചേർന്നാണ് കിടക്കുന്നത്. ഈശോയുടെ ഒരു അത്ഭുത ക്രൂശിത രൂപം. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമെന്ന് പറയുന്നത് ദൈവം സ്നേഹിക്കുന്നവനാണ്, ദൈവം കരുണ കാണിക്കുന്നവനാണ്. തന്നോട് എതിർക്കുന്നവരോടും തന്നെ തള്ളിപ്പറയുന്നവരോടും
തന്നെ നിഷേധിക്കുന്നവരോടുമൊക്കെ കരുണയോടെ ഇടപെടുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. ഈശോയുടെ വരവിന് മുമ്പ് വരെയുള്ള ദൈവസങ്കല്പങ്ങളെയൊക്കെ അവൻ പൊളിച്ചെഴുതുകയാണ്. യഹൂദന നിയമം കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നൊക്കെയായിരുന്നു. പക്ഷെ ക്രിസ്തു പഠിപ്പിക്കുകയാണ്, നിൻ്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. ഒരു ചെകിടത്തടിക്കുന്നവന് മറ്റേ ചെകിട് നീ കാണിച്ചു കൊടുക്കുക. ഒരു മൈൽ നടക്കാൻ നിർബന്ധിക്കുന്നതിൻ്റെ കൂടെ 2 മൈൽ നടക്കുക. ദൈവസങ്കല്പങ്ങളും ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളും വ്യത്യസ്തമായ രീതിയിൽ ക്രിസ്തു അവതരിപ്പിക്കുകയാണ്. അവൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ യേശുക്രിസ്തു തന്നെ നേരിട്ട് വെളിപ്പെടുത്തുന്ന ഇടമാണ് തിബേരിയാസ് കടൽത്തീരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷം 21-ാം അധ്യായം ആരംഭിക്കുന്ന പ്രകാരമാണ്, ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽത്തീരത്ത് വെച്ച് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ എന്താണ് വെളിപ്പെടുത്തിയത്? അവൻ്റെ കരുണയ്ക്ക്, അവൻ്റെ സ്നേഹത്തിന് 5 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, പരാജയ തീരത്ത് കാത്തിരിക്കുന്നവനാണ് ദൈവം. ആരൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നുവോ, ആരൊക്കെ പ്രതിസന്ധിയിലകപ്പെട്ടിരിക്കുന്നുവോ അവരെ കാത്തിരിക്കാൻ ദൈവമുണ്ടാകും. ദൈവം മാത്രമേ കാണുകയുള്ളൂ. ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ സുവിശേഷത്തിലേക്ക് കടന്നു വരാം. ഈശോയുടെ ശിഷ്യന്മാർ പത്രോസും കൂട്ടുകാരും 3 വർഷം വരെ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു, ഊണിലും ഉറക്കത്തിലും എല്ലാം. പക്ഷേ ഈശോ പഠിപ്പിച്ച പല കാര്യങ്ങളും അവർക്ക് ബോധ്യമായിട്ട് സ്വീകരിക്കാൻ പറ്റിയില്ല. അത് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനിയും വളരെ കാര്യം പഠിപ്പിക്കാനുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്ന്. 3 വർഷ ജീവിതത്തിനിടയിൽ ഈശോ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്നവൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെയായിരുന്നു. തനിക്ക് പിടാസഹനമുണ്ടാകും, താൻ മരിക്കും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ശിഷ്യർക്ക് 3 പ്രവചനമായിട്ട് തന്നെ ക്രിസ്തു വരെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈശോ എന്തൊക്കെ പ്രവചിച്ചോ പഠിപ്പിച്ചോ അതെല്ലാം അക്ഷരം പ്രതി ക്രിസ്തുവിൻ്റെ ജീവിതം നടപ്പിലായി കഴിഞ്ഞപ്പോഴേക്കും പത്രോസിനും കൂട്ടർക്കും ഒരാശയക്കുഴപ്പം. ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഗുരു കൂടെയില്ല, ഗുരുവിൻ്റെ ശാരീരിക സാന്നിധ്യം കൂടെയില്ല. അവൻ ഉയർത്തെഴുന്നേറ്റു, ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷപ്പെട്ടു, പക്ഷെ അവൻ്റെ സാന്നിധ്യം കൂടെയില്ല. ഇനി എങ്ങനെ ജീവിക്കും? അതിനുത്തരം കണ്ടെത്തിക്കൊണ്ട് പത്രോസ് തന്നെ വിളിച്ചു പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്, എനിക്കറിയാവുന്ന പണി മീൻപിടുത്തമാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ഇത് കേട്ട മാത്രമേ ബാക്കി 5-6 ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടി വരുന്നു, ഞങ്ങൾക്കും ജീവിക്കണം, അതുകൊണ്ട് മീൻ പിടിക്കാൻ വേണ്ടി ഞങ്ങളും വരുന്നു. ഇവർ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നു. അവർക്ക് സുപരിചിതമായ സ്ഥലമാണിത്. എവിടെ വല വീശണം, എപ്പോൾ വല വീശണം, എങ്ങനെ വല വീശണം എല്ലാം അറിയുന്നവരാ പത്രോസ് കൂട്ടുകാരും. പക്ഷെ വചനം പറയുന്നു, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയില്ല എന്ന്. അങ്ങനെ അവർ പരാജയപ്പെട്ട് നിൽക്കുമ്പോഴാണ് തീരത്തുനിന്നൊരു സ്വരം കേൾക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ? ഈ ചോദ്യത്തിൻ്റെ ഉടമ പത്രോസിൻ്റെയോ കൂട്ടുകാരുടെയോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നുമായിരുന്നില്ല. ഈ ചോദ്യത്തിൻ്റെ ഉടമ കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. സാധാരണഗതിയിൽ വിജയസ്ഥലങ്ങളിലൊക്കെയാണ്, വിജയതീരങ്ങളിലൊക്കെയാണ് മനുഷ്യരുടെ കൂട്ടം കാണുന്നത്. പരാജയ തീരങ്ങളിൽ ആരും ഉണ്ടാകില്ല. എൻ്റെയോ നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാകുമ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ, എന്നെ തോളിയിട്ട് നടക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും. പക്ഷേ എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നവർ പോലും കണ്ടെന്ന് വരില്ല. ഒരു സംഭവം ഓർക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് പോയപ്പോൾ അവിടെ വിഴിഞ്ഞം കടപ്പുറത്ത് അതിരാവിലെ ചെന്നു ഫ്രഷ് മീൻ മേടിക്കാനായിട്ട്. അവിടെ അതിരാവിലെ 4 മണിക്ക് വിഴിഞ്ഞം കടപ്പുറത്ത് ചെല്ലുമ്പോഴുള്ള കാഴ്ച, കടപ്പുറം നിറച്ച് ആളുകളാണ്. മത്സ്യബന്ധനത്തിന് പോയ ആളുകൾ അവർ തിരിച്ചു വരുന്നതും കാത്ത് ഉറ്റവരും ഉടയവരും പ്രഭാതത്തിലെ തീരത്ത് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഓരോ ബോട്ടും തീരത്തേക്ക് വരുമ്പോഴേക്കും ആളുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങി ബോട്ടിനെ സമീപിക്കുന്നു. എന്നിട്ട് മീനൊക്കെ എടുത്തുകൊണ്ട് വന്ന് തീരത്ത് ഇണം തിരിച്ച് കൂട്ടിയിടും. എന്നിട്ട് ലേലം വിളിക്കും. അങ്ങനെ മത്സ്യക്കച്ചവടം നടക്കുന്ന അവിടെ നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരമ്മ ഓരോ ബോട്ട് വരുമ്പോഴും അമ്മ ബോട്ടിൻ്റെ അടുത്തേക്ക് എത്താൻ ശ്രമിക്കും. പക്ഷേ ആളുകൾ അതിനെ തള്ളി മാറ്റും. സ്വയം ബലം പ്രയോഗിച്ചങ്ങ് എത്താൻ പറ്റുന്നില്ല. അമ്മ സ്വയം പറഞ്ഞു, എൻ്റെ മകൻ്റെ ബോട്ട് വരും, എൻ്റെ മകനും മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്, അവൻ്റെ ബോട്ട് വരും. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അകലേന്നൊരു ബോട്ട് വരികയാണ്. ആ ലൈറ്റിൻ്റെ നിറവെന്തോ കണ്ട മാത്രയിൽ
അമ്മ പറഞ്ഞു, ദേ എൻ്റെ മകൻ്റെ ബോട്ട് വരുന്നു. ഈ അമ്മ സർവ്വശക്തിയെടുത്ത് ബാക്കി എല്ലാവരും തള്ളി മാറ്റി മകൻ്റെ ബോട്ടിൻ്റെ അടുത്തേക്ക് എത്തി. ബോട്ടിൻ്റെ അടുത്തേക്ക് എത്തി നോക്കിയപ്പോൾ അതാ അവൻ്റെ ബോട്ടിനകത്ത് കുറച്ച് പൊടിമീനുകൾ മാത്രം, മുഴുത്ത മീനുകളൊന്നുമില്ല. ഉടനെ ഈ അമ്മ അവിടെ നിന്നിട്ട് കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ മകനെ ചീത്ത വിളിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ അവൻ്റെ ബോട്ടിൻ്റെ അടുത്തേക്ക് എത്തി നോക്കുന്നു, എന്നിട്ട് അവനെ തുറിച്ചു നോക്കും. അവർ തിരിച്ചു പോരുകയാണ്. ആരും അവനോട് എന്നാ പറ്റിയിടാ, മീനൊന്നും കിട്ടിയില്ലേ, സാരമില്ലടാ, ഒരാശ്വാസവാക്കൊന്നും പറയുന്നില്ല. ഈ അമ്മ അവനെ അവിടെ നിന്ന് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ശ്രദ്ധിച്ചു, കുറേ സമയം കഴിഞ്ഞ് ആൾക്കാർക്ക് മാറിയപ്പോഴേക്കും ഇവൻ തനിയെ ബോട്ടിൽ നിന്ന് ഇറങ്ങി അവൻ അല്പമായ സമ്പാദ്യം ഒരു പ്ലാസ്റ്റിക് കൂടിനെടുത്തുകൊണ്ട് അവൻ നടന്നു നീങ്ങുകയാണ്. ഞാൻ ശ്രദ്ധിച്ചു, ഇവൻ എങ്ങോട്ടാണ് പോകുന്നത്? വിഴിഞ്ഞം കടപ്പത്തിനൊരു ഭാഗം മുഴുവൻ പാറക്കെട്ടുകളാണ്. ഇവനൊരു പാറപ്പുറത്തേക്ക് വലിഞ്ഞു കയറി അവൻ അല്പമായ സമ്പാദ്യം സമീപത്ത് വെച്ചു. അവൻ കടലിൻ്റെ വിജനതയിലേക്ക് നോക്കിയിരിക്കുകയാണ്. അവൻ്റെ കൂടെ ആരുമില്ല. അവൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത, മനുഷ്യജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യം, പ്രതിസന്ധികളും പരാജയങ്ങളൊക്കെ വരുമ്പോൾ ആരും കൂടെയില്ലാത്ത അവസ്ഥ, കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്നവർ പോലും കൂടെ ഉണ്ടാകില്ലാത്തൊരവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ദൈവത്തിൻ്റെ കരുണ നാം കണ്ടെത്തേണ്ടത്. ആരും നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് നിൽക്കുന്നവൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. പരാജയ തീരങ്ങളിൽ ആരും നിൽക്കാനുണ്ടാകില്ല, വിജയതീരങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷേ പരാജയ തീരങ്ങളിൽ എന്നെയും നിങ്ങളെയും കാത്ത് തമ്പുരാനുണ്ട്. അതവൻ്റെ കരുണയുടെ വലിയൊരു പ്രത്യേകതയാണെന്ന് നാം തിരിച്ചറിയണം. നിൻ്റെ നഷ്ടങ്ങളുടെ തീരത്ത് നിന്നെ കാത്തിരിക്കാനായിട്ട് ഒരു ദൈവമുണ്ട്. അവൻ കരുണയോടെ നിന്നെ കാത്തിരിക്കുന്നു. രണ്ടാമതായിട്ട് അവൻ കാത്തിരിക്കുന്നതും എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? വിജയം നൽകാനാണ് കാത്തിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മീൻ വല്ലതും ഉണ്ടോ? ഇല്ല എന്നിവർ പറഞ്ഞു. ഉടനെ അവൻ്റെ മറുപടി, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക. അവർ അത് കേട്ടു, അതേപടി അനുസരിച്ചു, വലയെറിഞ്ഞു. വല നിറയെ മീൻ കിട്ടി. അതിന് എണ്ണം വരെ യോഹന്നാൻ എഴുതി വെച്ചു, 153 മത്സ്യങ്ങൾ കിട്ടിയെന്ന്. അവൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രത്യേകത, എവിടെ പരാജയപ്പെട്ടോ അവിടെ തന്നെ വിജയം കൊടുക്കുന്ന ദൈവം. ഇവർ പരാജയപ്പെട്ടു, മീൻ വല്ലതും ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു. ഈശോയുടെ മറുപടി നമ്മൾ ചിന്തിക്കണം. ഈശോരെ വഴക്ക് പറഞ്ഞില്ല. നിങ്ങൾ എൻ്റെ അനുവാദം കൂടെ തന്നെ മീൻ പിടിക്കാൻ പോയതല്ലേ, നിങ്ങൾ അനുഭവിച്ചു എന്ന് പറഞ്ഞ് ഈശോ വഴക്ക് പറഞ്ഞില്ല. അല്ലെങ്കിൽ മക്കളെ സാരമില്ല, ഇപ്പോൾ മീൻ കിട്ടുന്ന സീസണൊന്നും അല്ല, നമുക്ക് 2 ആഴ്ച കഴിഞ്ഞ് പോകാം, ഞാനും കൂടെ വരാം. അവരെ ആശ്വസിപ്പിച്ചുമില്ല, വഴക്കും പറഞ്ഞില്ല, ആശ്വസിപ്പിച്ചുമില്ല. ഉടനെ അവൻ ചെയ്ത ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എവിടെ പരാജയപ്പെട്ടു അവിടെ വിജയം കൊടുത്തു. വള്ളത്തിൻ്റെ വലതുവശത്തേക്ക് വലയെറിയുക, വല നിറയെ മീൻ കിട്ടി. വിജയം നൽകുന്ന ദൈവം. സഭാനിയ പ്രവാചന പുസ്തകം 3:17 വായിക്കുന്നുണ്ട്, ദൈവം വിജയം നൽകുന്നവനാണ്. ഒരു വീരയോദ്ധാവിനെ പോലെ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അവൻ വിജയം നേടിത്തരും. ഈ വിജയം നൽകുന്ന ദൈവത്തെ നാം സ്വന്തമാക്കാനായിട്ട് പഠിക്കണം. നല്ല ദൈവം അവൻ വിജയം നൽകുന്നവനെ കടന്നു വരുമ്പോൾ അവനെ ആദ്യം ഒന്നാമതായിട്ട് കേൾക്കണം. നമുക്ക് പ്രാർത്ഥനയുടെ ശൈലിയുണ്ട്. തമ്പുരാൻ്റെ അടുത്ത് പോയിട്ട് നമ്മളിങ്ങനെ കുറേ കാര്യം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അത് പ്രാർത്ഥന ഒരു ഭാഗം മാത്രമാണ്. യഥാർത്ഥ ഭാഗമെന്ന് പറയുന്നത് തമ്പുരാനെ കേൾക്കലാണ് പ്രാർത്ഥന. അവരെന്തൊക്കെയോ നമ്മളോട് പറയാനുണ്ട്. നിശബ്ദതയിൽ അവനെ കേൾക്കണം. സൈലൻസ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഭാഷയാണ് നിശബ്ദത എന്ന് പറയുന്നത്. ശാന്തമായി അവൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ അവൻ നമ്മുടെ ചെവിയിൽ വന്ന് മന്ത്രിക്കുന്നത് കേൾക്കാൻ സാധിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പോൾ ദൈവത്തെ കേൾക്കണം, എങ്കിൽ എനിക്കും നിങ്ങൾക്കും വിജയം കൊയ്യാൻ പറ്റും. മൂന്നാമതായിട്ട് അവൻ്റെ കരുണയുടെ പ്രത്യേകത, പാപങ്ങളുടെ പേരിൽ, കുറവുകളുടെ പേരിൽ നമ്മെ പരിഹസിക്കാത്തവനാ ദൈവം. ഇവിടെ പ്രത്യേകം നമ്മൾ ധ്യാന വിഷയമാക്കേണ്ടത് പത്രോസിനെ തന്നെയാണ്. പത്രോസ് വീരവാദം മുഴക്കിയവനാ. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ. പക്ഷെ പത്രോസ് ഗുരുവിനെ തള്ളിപ്പറഞ്ഞു. 1 അല്ല 2 അല്ല 3 പ്രാവശ്യം. ആ സംഭവത്തിന് ശേഷം ഈശോയും പത്രോസ് തമ്മിൽ വ്യക്തിപരമായൊരു സംഭാഷണം നടത്തുന്നത് തിബേരിയാസ് കടത്തീരത്ത് വെച്ചാണെന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും പത്രോസിന് ഉദിതനായ ഈശോയുടെ പ്രത്യക്ഷപ്പെടലുണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷെ പത്രോസുമായിട്ട് വ്യക്തിപരമായിട്ട് ഉദിതനായ ഈശോ സംഭാഷണം നടത്തുന്നത് തിബേരിയാസ് കടത്തീരത്ത് വെച്ചാണ്. അത്ഭുതകരമായി മീൻപിടുത്തം കഴിഞ്ഞപ്പോൾ യോഹന്നാൻ പറഞ്ഞു, അത് കർത്താവാണ് തീരത്ത് നിൽക്കുന്നത്. ഉടനെ പത്രോസ് പുറംകുപ്പായം ധരിച്ച് കടലിലേക്ക് ചാടി ഗുരുവിൻ്റെ അടുത്തേക്ക് നീന്തി ചെല്ലുകയാണ്.
ഇങ്ങനെ നീന്തിച്ചെല്ലുന്ന പത്രോസിൻ്റെ ഹൃദയവികാരങ്ങൾ നാം ഒരു ധ്യാന വിഷയമാക്കണം. പത്രോസ് ഇപ്രകാരം ചിന്തിച്ചിട്ടുണ്ടാകും, ഗുരു എന്നെ വഴക്ക് പറയും, എന്നെ കുറ്റപ്പെടുത്തും, എന്നേക്കുമായി ശിക്ഷകിടത്ത് പുറത്താക്കും. ഇത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പത്രോസ് തീരത്തേക്ക് നീന്തി എത്തുന്നത്. പക്ഷെ തീരത്തേക്ക് എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ജീസസ് ഓഫ് നാസറത്ത് എന്ന സിനിമയിൽ ഈ രംഗം മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. തീരത്തേക്ക് നീന്തി എത്തുന്ന പത്രോസിനെ കണ്ട മാത്രയിൽ ഈശോ അവൻ്റെ അടുത്തേക്ക് വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് ഈശോ എത്തുകയാണ്. എന്നിട്ട് പത്രോസിനെ വട്ടം കെട്ടിപ്പിടുകയാണ്. കുറേ സമയം ഈശോയും പത്രോസും ഇങ്ങനെ ആലിംഗബദ്ധരായി നിൽക്കുക. ഈശോ അവനോടൊന്നും ചോദിക്കുന്നില്ല, അവനെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുക ഈശോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ തോളത്തുകളും തോർത്തെടുത്ത് പത്രോസും തലയിങ്ങനെ തോർത്തി കൊടുക്കുന്ന ഈശോയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവനെ കുറ്റപ്പെടുത്തിയില്ല, അവനെ പരിഹസിച്ചില്ല, അവനെ മാറ്റി നിർത്തിയില്ല, നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ദൈവം. ഇത് ദൈവത്തിൻ്റെ കരുണയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അനുദപിക്കുന്ന ഒരു പാപിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ദൈവം. ദൈവം നമ്മുടെ പാപം ഓർത്തിരിക്കുന്നവനല്ല. യെശയ്യാ 43:18 കഴിഞ്ഞ കാര്യങ്ങൾ നീ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാൻ പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുക നീ കാണുന്നില്ലേ എന്ന്. ഇന്നലകളെ പാടെ മറക്കാൻ ക്ഷണിക്കുന്നൊരു ദൈവം. യെശയ്യാ 43:25 എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, നിന്റെ പാപം ഞാൻ ഓർക്കുകയില്ല. നിന്റെ പാപം ഞാൻ ഓർക്കുകയില്ല. ആരുടെ പാപം? ചെയ്തു പോയ പാപത്തെ ഓർത്ത് ആര് അനുദപിക്കുന്നുവോ അവരുടെ പാപം ദൈവം ഓർക്കുകയേയില്ല. ദൈവം പാപം മറക്കുന്നവൻ. യെശയ്യാ 44:22 കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽ മഞ്ഞുപോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കുന്നു, നീ എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എത്ര മനോഹരമായ വചനങ്ങളാണ്. സങ്കീർത്തനം 130:3 വായിക്കുന്നുണ്ട്, കർത്താവേ നീ പാപങ്ങൾ ഓർത്തിരുന്നാൽ ആർക്ക് രക്ഷയുണ്ടാകും? ദൈവം പാപം ഓർത്തിരിക്കുന്നവനല്ല. ഞാനും നിങ്ങളും ചെയ്തു പോയ പാപത്തെ ഓർത്ത് യഥാർത്ഥ അനുതാപത്തോടെ കുമ്പസാരിക്കുമ്പോഴേക്കും നല്ല ദൈവം നമ്മുടെ പാപം പാടേ മറക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ കരുണയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പാപങ്ങൾ പാടെ മറക്കുന്നൊരു ദൈവം, പാപം ഓർത്തിരിക്കാത്ത ദൈവം, മറവിയുള്ള ദൈവം. ആ തമ്പുരാൻ്റെ മുമ്പിൽ, അവൻ്റെ കരുണയുടെ മുമ്പിൽ അറിയാതെ കൈകൂപ്പി നിൽക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. നാലാമതായിട്ട് അവൻ്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും പ്രത്യേകത, നീ ചെയ്യുന്ന നന്മകൾ കൃത്യമായി കാണുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് ദൈവം. ഇവിടെയും ധ്യാന വിഷയമാക്കാൻ നാം എടുക്കുന്നത് പത്രോസിനെ തന്നെയാണ്. പത്രോസ് ഗുരുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ചമ്മിച്ചൂളി നിൽക്കുകയാണ്, ഒരു തെറ്റുകാരനെ പോലെ, ഒരു കുറ്റവാളിയെ പോലെ. അവനോട് ഈശോ ഒന്നും ചോദിക്കുന്നില്ലല്ലോ, അവനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ അവനിങ്ങനെ തണുത്തുറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ പത്രോസിനെ ഉഷാറാക്കാനായിട്ട് ഈശോ എന്ന ഏറ്റവും വലിയ കൗൺസിലർ പറയുന്നുണ്ട്, ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറച്ച് കൊണ്ടുവാ. കേട്ട മാത്രയിൽ പത്രോസ് ഉഷാറായി. അവൻ ചാടി വള്ളത്തിൽ കയറി മീൻ നിറഞ്ഞ വല വലിച്ച് തീരത്തേക്ക് അടുപ്പിക്കുന്നുണ്ട്. പത്രോസ് തിബേരിയാസ് കടലിൽ വെച്ച് ഒരു വലിയ നന്മ ചെയ്തു. ഗുരു പറഞ്ഞു വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടാൻ പറഞ്ഞു. അവനത് കേട്ടു. കേൾക്കുക മാത്രമല്ല അതേപടി അനുസരിച്ചു. പത്രോസ് ചെയ്ത നന്മ തമ്പുരാൻ കണ്ടു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറച്ച് കൊണ്ടുവാ എന്ന്. പ്രിയപ്പെട്ടവരെ, നാം ചെയ്യുന്ന നന്മകളെല്ലാം കാണുന്നവനാ നമ്മുടെ ദൈവം. നമ്മുടെ തിന്മകളേക്കാൾ ഉപരിയായിട്ട് നന്മ കാണുന്നൊരു ദൈവം. എന്നിലും നിന്നിലും നിങ്ങളിലുമൊക്കെ 99% തിന്മയാണെന്ന് സങ്കല്പിക്കുക. 1% നന്മയുള്ളൂ. ദൈവം നോക്കുന്നത് ഒരിക്കലും നിൻ്റെ 99 തിന്മകളിലേക്കല്ല, ഒരു നന്മയിലേക്കാണ്. കാരണം ആ നന്മയുടെ പേരിൽ ദൈവം നിന്നെ സ്നേഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം. നമ്മൾ 99 തിന്മയായിട്ട് ജീവിച്ചാൽ മതി എന്നല്ല എൻ്റെ അർത്ഥം. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവൻ കണ്ണു കാണിക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ സഹായത്തോടെ എന്നിലുള്ള 99% തിന്മകളെയും ഞാൻ നന്മയാക്കി മാറ്റാനായിട്ട് പരിശ്രമിക്കണം. എൻ്റെ നന്മ കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ നന്മ, ചെറിയ നന്മ എന്ന വ്യത്യാസമില്ല. നമ്മുടെ വീട്ടിൽ ഒരു ഭിക്ഷക്കാരൻ വന്നു. പൈസ കൊടുക്കാൻ പെട്ടെന്ന് നമ്മുടെ കയ്യിലുണ്ടായെന്ന് വരില്ല. പ്രധാനപ്പെട്ട ആളൊന്നും വീട്ടിലില്ലെങ്കിൽ നമ്മൾ ഓർത്ത് പാവമാകെ വിഷമിച്ച് വേർത്തൊക്കെ വന്നതാണ്. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്തു. അവൻ ചോദിച്ചിട്ടല്ല, നമ്മൾ അവൻ്റെ വിഷമം കണ്ട് കൊടുത്തതാണ്.
അവൻ ആ വെള്ളം കുടിച്ച് ഗ്ലാസ് തിരിച്ചു പോവുകയാണ്. നീ ചെയ്ത നന്മയുണ്ടല്ലോ, ദൈവം കണ്ടു കഴിഞ്ഞു. ആ ഭിക്ഷക്കാരന് കൊടുത്ത നന്മ, ആ ഒരു ഗ്ലാസ് വെള്ളം ദൈവം കണ്ടു കഴിഞ്ഞു. നീ ഓർക്കും ചെറിയ നന്മയാണെന്ന്. അല്ല, ദൈവത്തിന് മുമ്പിൽ വലിയ നന്മയാണ്. നാം ചെയ്യുന്ന ഓരോ നന്മകളും കൃത്യമായി കാണുന്ന ദൈവം, അത് ദൈവത്തിൻ്റെ കരുണയുടെ പ്രത്യേകതയാണ്. അവസാനമായിട്ട് അവൻ്റെ കരുണയുടെ പ്രത്യേകത, അവൻ പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന അമ്മയായ ദൈവം, പ്രഭാത ഭക്ഷണമൊരുക്കി കാത്തിരിക്കുന്ന അമ്മയായ ദൈവം. ഈ ശിഷ്യന്മാർ അത്ഭുതകരമായ മീൻപിടുത്തമെല്ലാം കഴിഞ്ഞ് മടുത്ത് തീരത്ത് ചെല്ലുമ്പോൾ കണ്ട കാഴ്ച എന്താ? അവിടെ തീ കൂട്ടിയിരിക്കുന്നു, അപ്പവും മത്സ്യവും റെഡി. വിശന്ന് വലഞ്ഞു വരുന്ന മക്കൾക്കായിട്ട് പ്രഭാത ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്ന അമ്മയായ ദൈവം. ദൈവത്തിൻ്റെ അമ്മത്ത ഭാവം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് തിബേരിയസ് കടത്തീരത്ത് വെച്ചാണ്. അമ്മമാരുടെ പ്രത്യേകതയാണല്ലോ പ്രിയപ്പെട്ടവർക്കായിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കുക, അവർ വരുമ്പോൾ സ്നേഹത്തോടെ വിളമ്പി കൊടുക്കുക എന്ന്. അമ്മയേക്കാൾ അധികമായി സ്നേഹിക്കുന്ന ദൈവം നമ്മെ ഊട്ടുകയാണ് തിബേരിയസ് കടത്തീരത്ത്. ആ കടത്തീരത്ത് കാണുന്ന അപ്പവും മത്സ്യവും, അതിനെക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അത് വിശുദ്ധ കുർബാനയുടെ പ്രതീകങ്ങളെന്നാണ്. ഇത് ഞാനും നിങ്ങളുമൊക്കെ വിശന്ന് ചെല്ലുന്നത് ദിവ്യകാരുണ്യ മേശയെടുത്തേക്കല്ലേ? ആ ദിവ്യകാരുണ്യ മേശയിൽ നിന്നും അവൻ അപ്പവും വീഞ്ഞും അവൻ്റെ ശരീരവും രക്തവുമാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് ഭക്ഷിക്കുവാനായിട്ട് അവൻ വിളമ്പിത്തരികയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ തോമസ് അക്വീനാസ് കുർബാനയ്ക്ക് കൊടുത്ത പേര് ഓ ദിവ്യ കാരുണ്യമേ എന്ന്. ദൈവത്തിൻ്റെ കരുണയുടെ ക്ലൈമാക്സ് നാം കാണുന്നത് വിശുദ്ധ കുർബാനയിലാണ്. എന്നെയും നിങ്ങളെയും ഊട്ടുവാനായിട്ട്, ബലപ്പെടുത്തുവാനായിട്ട്, അനുദിനം കാരുണ്യമായി, ദിവ്യ കാരുണ്യമായി കടന്നു വരുന്ന ഒരു നല്ല ദൈവം. അവൻ്റെ കരുണ എത്രയോ വലുതാണ്. കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, ഈശോയെ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യമാണ് നാം സ്വന്തമാക്കുന്നതെന്ന് നാം ചിന്തിക്കണം. ഇപ്രകാരം പരാജയ തീരത്ത് കാത്തിരുന്ന് എവിടെ പരാജയപ്പെട്ടോ അവിടെ വിജയം നൽകി, പാപങ്ങളൊക്കെ പാടെ മറന്ന് നിന്റെ നന്മകൾ കൃത്യമായി ഓർത്തെടുത്ത് രേഖപ്പെടുത്തി, അമ്മയേക്കാൾ അധികമായി നിനക്ക് ആവശ്യമുള്ളത് ആവശ്യ നേരത്ത് ആവശ്യം പോലെ നൽകി നിന്നെ വളർത്തുന്ന ദൈവത്തെ നീ മറക്കരുതേ. ദൈവത്തിൻ്റെ കരുണയെ എന്നും നീ നന്ദിയോടെ ഓർക്കണം. നമുക്കൊരു നിമിഷം മിഴി പൂട്ടാം. നല്ല ദൈവമേ, അവിടുന്ന് എത്രയോ കാരുണ്യവാനാണ്. ദൈവമേ, അവിടുന്ന് കാരുണ്യം കാണിക്കുന്നതുകൊണ്ട് തന്നെയാണല്ലോ ഓരോ ദിവസവും ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുന്നത്. അവിടുത്തെ കരുണയുടെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനുള്ള ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ തളരുമ്പോൾ, ശക്തി അറ്റുപോകുമ്പോൾ കൈപിടിച്ചുയർത്തുവാനായിട്ട്, ബലപ്പെടുത്തുവാനായിട്ട്, കാരുണ്യമായിട്ട്, ദിവ്യ കാരുണ്യമായിട്ട് ദൈവമേ നീ എൻ്റെ കൂടെ ഉണ്ടാകണമേ. ആമേൻ.